UDF-ൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരാണ് ഇന്ന് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDF-നെയും ബാധിക്കുന്നുവെന്ന വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് അടിയന്തര യോഗം വിളിച്ചത്. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം KM മാണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ എടുത്ത തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് യോഗം ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് സുധീരനും പത്മജിയും അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ പോയിരുന്നു. അത്തരം വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ മാണിയുടെ നിലവിലെ നിലപാടുകളും ഇതൊക്കെ എങ്ങനെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക? സൗമ്യ, എന്തായാലും കോൺഗ്രസിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഗുരുതരമായി തന്നെ UDF-നെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വിലയിരുത്തിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അടിയന്തര യോഗം ദില്ലിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് 3 നേതാക്കളും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുക. ഇതിനു മുമ്പായി ചില AICC പ്രമുഖ നേതാക്കളുമായും ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. നിലവിൽ AI ഗ്രൂപ്പുകൾ സുധീരനെതിരെയുള്ള നിലപാടുകൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഈ നിലപാട് വീണ്ടും ഹൈക്കമാൻഡ് മുമ്പാകെ ആവർത്തിക്കും. നിലവിൽ അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരുന്നത് നിലവിൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കുന്നു. ഇത് UDF-നെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു എന്ന് മുൻനിർത്തിയാകും AI ഗ്രൂപ്പുകൾ സുധീരനെതിരെ നിലപാട് കടുപ്പിക്കുന്നത്. അതേസമയം ചരൽക്കുന്ന് ക്യാമ്പിലടക്കം കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് KM മാണി തന്നെ വ്യക്തമാക്കിയൊരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഈ കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളും മറ്റു ആഭ്യന്തര കലഹങ്ങളും ഗുരുതരമായി തന്നെ UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നാകും നിലവിൽ ഇരു നേതാക്കളും നിലവിൽ സുധീരനെതിരെയുള്ള ആയുധമാക്കി മുന്നോട്ട് വയ്ക്കുക. എന്നാൽ നിലവിൽ താൻ തന്നെ മുന്നോട്ട് വെച്ച അധ്യക്ഷനെ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ തുടരുകയും ചെയ്യുന്നത്. അതിനാൽ ഇനി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുമ്പാകെയും ഈ നിലപാട് ആവർത്തിക്കുമ്പോൾ എന്തെങ്കിലും തീരുമാനം മാറ്റുന്നതിനുള്ള ഒരു സമീപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. നിലവിൽ എന്തായാലും കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റാതെ പകരം മുൻ ചർച്ചകളിലെല്ലാം നിർദ്ദേശിച്ചതുപോലെ DCC തലങ്ങളിലെല്ലാം അഴിച്ചുപണി, ഒപ്പം ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടൽ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കണം. ഒപ്പം കെട്ടുറപ്പോടെ മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത എന്നും നിലവിൽ വിവരം ലഭിക്കുന്നുണ്ട്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയെയും DGP-യെയും അധിക്ഷേപിച്ച പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമപ്രവർത്തകർക്കെതിരെയും ഫേസ്ബുക്കിൽ വിമർശനം. ആലപ്പുഴ AR ക്യാമ്പിലെ CPO രാജഗോപാലിൻ്റെതാണ് പോസ്റ്റ്. മുഖ്യമന്ത്രിക്ക് നട്ടലില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കോഴിക്കോട് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ SI വിമോദിനെ ന്യായീകരിച്ചും പോലീസ് വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുമാണ് പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആലപ്പുഴ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറും ജില്ലാ പോലീസ് എംപ്ലോയി സഹകരണ സംഘം ബോർഡ് അംഗവുമായ രാജഗോപാലിൻ്റെതാണ് ഈ പോസ്റ്റ്. ഇതെന്ത് ഭരണമാണ് എന്ന ചോദ്യത്തോടെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം കർത്തവ്യം സത്യസന്ധമായി ചെയ്തതിനാണ് സസ്പെൻഷൻ. SIയെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്ക് ഒരു നട്ടെല്ലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിനൊപ്പം മാധ്യമപ്രവർത്തകർക്കെതിരെയും മര്യാദയുടെ പരിധി ലംഘിച്ചുകൊണ്ടുള്ള പരാമർശമാണ് ഈ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. മാധ്യമപ്രവർത്തകരെ നായിന്റെ മക്കൾ എന്ന സംബോധനയോടുകൂടിയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. കൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്രചാരമുള്ള പത്രം നടത്തുന്നത് മാധ്യമ വ്യഭിചാരമാണെന്നാണ് ഈ പോലീസുകാരന്റെ അഭിപ്രായം. കടുത്ത കോൺഗ്രസ് പക്ഷപാതമുള്ള രാജഗോപാൽ പഠനകാലത്ത് നങ്ങ്യാർകുളങ്ങര TKM കോളേജിലെ KSUവിന്റെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ സൈബർ സെൽ പരിശോധിക്കുകയാണ്. പോലീസ് വിവാദ പോസ്റ്റ് ഇട്ട രാജഗോപാലിന്റെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പരിശോധിക്കുക കൂടി ചെയ്യുന്നത്. എന്താണ് വിവരങ്ങൾ? സൗമ്യ, ഈ പോലീസുകാരൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആലപ്പുഴ AR ക്യാമ്പിലെ കമാൻഡന്റാണ് അന്വേഷണം നടത്തി വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സൈബർ സെൽ ഇത് പരിശോധന നടത്തി വരികയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 10 മണിക്ക്
ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആലപ്പുഴ AR ക്യാമ്പിലെത്തും. ആലപ്പുഴ കമാൻഡന്റ് ഇയാളെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനു മുൻപായിട്ട് ഈ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇയാൾ തന്നെയാണോ അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാജ പോസ്റ്റുകളാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നും കുറ്റകരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കാനായിട്ട് സൈബർ സെല്ലിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. എന്തായാലും ഈ അച്ചടക്ക ലംഘനം നടത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്തായാലും നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്. മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ DGPയെയും മാധ്യമങ്ങളെയും കോടതിയെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ കടുത്ത അതൃപ്തി ഉളവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. സൗമ്യ. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി പ്രാദേശിക വിപണിയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനായി കശുവണ്ടി വികസന കോർപ്പറേഷനും കാപെക്സും ടെൻഡർ ക്ഷണിച്ചു. ഓണത്തിന് മുൻപ് ഫാക്ടറികൾ തുറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടപടി. 500 ടൺ തോട്ടണ്ടി നൽകാൻ കഴിയുന്നവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാം. LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 2 തവണ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ ടെൻഡർ വിളിച്ചിരുന്നുവെങ്കിലും തോട്ടണ്ടി വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വിപണിയിൽ നിന്ന് തോട്ടണ്ടി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. 500 ടൺ തോട്ടണ്ടി നൽകാൻ കഴിയുന്ന ആഭ്യന്തര കച്ചവടക്കാർക്ക് കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും ടെൻഡറിൽ പങ്കെടുക്കാം. 2000 ടൺ വരെ നൽകാം. ചെറുകിട കച്ചവടക്കാർക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കുവാനുള്ള സാങ്കേതിക സഹായവും നൽകും. സർവ്വ ആനുകൂല്യങ്ങളും ബോണസ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് തൊഴിലാളികൾക്ക് ജോലി സ്ഥിരമായി നൽകുവാൻ വേണ്ട ഒരു നടപടിക്രമമാണ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ട് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇമ്പോർട്ടഡ് ലോക്കൽ റോനെട്ട് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ വിളിക്കുകയാണ്. ഇമ്പോർട്ട് ചെയ്ത് ഇറക്കി വെച്ച തോട്ടണ്ടി നമ്മൾ നാടനായിട്ട് മേടിക്കുകയാണ്. അതിന് കുറച്ച് നിയമതടസ്സങ്ങളുണ്ടായിരുന്നു. ആ നിയമതടസ്സങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അത് മാറ്റുകയും അതിന് ഗവൺമെൻറ് അംഗീകാരം നൽകുകയും ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി കാഷ്യൂ കോർപ്പറേഷനും കാപെക്സും ഇപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും പരസ്യം ചെയ്തിട്ടുണ്ട്. ഈ ടെൻഡർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് തോട്ടണ്ടി വാങ്ങി ഫാക്ടറികൾ തുറക്കാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ടെൻഡറുകൾ അടുത്ത 5 ദിവസത്തിനകം സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പട്ടികവർഗക്കാരായ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കാൻ ആവിഷ്കരിച്ച ജനനി ജന്മരക്ഷാ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ BS പ്രമാനന്ദ് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്താനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം ലഭ്യമാക്കാൻ 2013 ജൂണിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതുവരെ 5,40 ലക്ഷം രൂപ പട്ടിക വികസന വകുപ്പ് ചെലവഴിച്ചുവെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ഉദ്യോഗസ്ഥർ അടിച്ചുമാറ്റിയതായാണ് ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ ഗർഭം ധരിച്ച് 3-ാം മാസം മുതൽ 18 മാസത്തേക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്നതായിരുന്നു പദ്ധതി. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മുഖേന പദ്ധതി നടപ്പാക്കാനായിരുന്നു സർക്കാർ ഉത്തരവ്. എന്നാൽ ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന BS പ്രേമാനന്ദിനെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനാക്കുകയായിരുന്നു. പ്രേമാനന്ദിന് പൂർണ്ണ ചുമതല നൽകിയ പട്ടികവർഗ വികസന ഡയറക്ടറുടെ തീരുമാനം ക്രമക്കേടിന് വഴിവെച്ചതായും ധനകാര്യ വകുപ്പ് പരിശോധനാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ 21 ലക്ഷം രൂപ ക്രമക്കേട് നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. ക്രമക്കേടിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറി വിദ്യാധരൻ കാണി ആവശ്യപ്പെട്ടു. പ്രേമാനന്ദൻ അത് അയാളുടെ പേര് തന്നെ ആ റിപ്പോർട്ടിൽ അക്കമിട്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിൻ്റെ ധനകാര്യ വകുപ്പ് നടത്തിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ട് 2/2/2014 തുടങ്ങിയെങ്കിലും നാളിതുവരെ ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. അയാൾ ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ സസുഖം വാഴുകയാണ്. പണം മണി ഓർഡറായി അയക്കുന്നതിലും വൻ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ BS പ്രേമാനന്ദ് ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്താനും ധനകാര്യ വകുപ്പിന്റെ ശുപാർശയുണ്ട്. KG ദിനകർ, തിരുവനന്തപുരം. വയനാട്ടിൽ കാട്ടാന വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. വിജയൻ എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ സംഭവത്തിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് വനംവകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ കാട്ടാന വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് വനംവകുപ്പ് വിജയനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ വിജയന് സംഭവത്തിൽ പങ്കില്ലെന്നും മറ്റ് ഉന്നതരെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. കൂലിപ്പണിക്കാരനായ വിജയന്റെ കുടുംബം സംഭവത്തോടെ ദുരിതത്തിലായി. മക്കൾക്ക് സ്കൂളിൽ പോകുവാൻ പോലും സാധിക്കുന്നില്ല. വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് വിജയന്റെ ഭാര്യയടക്കമുള്ള ബന്ധുക്കൾ. നന്നായിട്ട് മർദ്ദിച്ചു. എൻ്റെ മോനോട് പറഞ്ഞതാ, മോൻ അവിടെ വൈത്തിരി കാണാൻ പോയപ്പോൾ നന്നായിട്ട് മർദ്ദിച്ചു മോനെ എന്ന്.
അത് പൊതുവേ ശരീരവേദനയുള്ളതാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ കൂടെ മർദ്ദനവും കൂടി എങ്ങനെ സഹിച്ചെന്ന് എനിക്കറിയില്ല. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് എനിക്ക് എവിടെ പോയാലും എനിക്ക് തെളിയിച്ചേ പറ്റൂ. നമ്മൾ കൊടുക്കേണ്ടതൊക്കെ പരാതി കൊടുക്കും. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെളിവുകൾ സഹിതമാണ് പ്രതികളെ പിടികൂടിയതെന്നുമാണ് വനംവകുപ്പിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, വയനാട്. റൺവേ പുനരുദ്ധാരണം പൂർത്തിയായിട്ടും കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങിത്തുടങ്ങിയിട്ടില്ല. എയർപോർട്ട് അതോറിറ്റി അനാവശ്യ തടസ്സവാദങ്ങളാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നതെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആരോപണം. റൺവേ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 3ാം നിരയുടെ നിർമ്മാണം പൂർത്തിയായാൽ വലിയ വിമാനങ്ങൾ വീണ്ടും ഇറങ്ങിത്തുടങ്ങുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഹജ്ജ് സർവീസ് അടക്കം വലിയ വിമാന സർവീസുകൾ നെടുമ്പാശ്ശേരിയിൽ തന്നെ മതിയെന്ന നിലപാടിലാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി. ബോയിംഗ് 777 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇറങ്ങാനുള്ള ബലം റൺവേക്കില്ലെന്നാണ് അതോറിറ്റിയുടെ വാദം. എന്നാൽ ബലം നിശ്ചയിക്കുന്ന പേവ്മെന്റ് ക്ലാസിഫിക്കേഷനിൽ കരിപ്പൂർ റൺവേയുടെ നമ്പർ 75 രാജ്യാന്തര വ്യോമയാന നിയമമനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറക്കാനുള്ള മതിയായ ബലമാണിത്. 4E വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വലിയ വിമാനങ്ങൾ റൺവേ പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങുകയും ചെയ്തിരുന്നു. 2760 മീറ്റർ നീളമുള്ള ലക്നൌ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുമ്പോൾ 2850 മീറ്റർ റൺവേയുള്ള കരിപ്പൂരിൽ ഇതിന് പറ്റില്ലെന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ കരുതുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. FCI സ്വകാര്യവൽക്കരണത്തിനെതിരെ തൊഴിലാളികൾ നടത്തുന്ന സമരം 17 ദിവസം പിന്നിടുകയാണ്. അതേസമയം തൊഴിലാളികളെ സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞു. സ്വകാര്യവൽക്കരണത്തിനെതിരെയും അതോടൊപ്പം തൊഴിൽ സുരക്ഷിതത്വവും ആവശ്യപ്പെട്ട് FCI തൊഴിലാളികൾ നടത്തുന്ന സമരം 17ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ത്യയിലാകമാനം 1.5 ലക്ഷം തൊഴിലാളികളാണ് FCIയിലുള്ളത്. ഇവരിൽ 35,000 പേർ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. കേരളത്തിൽ ഇത്തരത്തിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ 15,000-ഓളമുണ്ട്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് മാനേജ്മെന്റ്. ഈ തുകയ്ക്ക് സംസ്ഥാനത്തിന് പുറത്ത് ജോലിയെടുക്കുക ഏറെ ബുദ്ധിമുട്ടുമാണ്. അതേസമയം 19 ഡിപ്പോകളെ ഡീനോട്ടിഫൈ ചെയ്ത് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും കേന്ദ്ര സർക്കാർ നടത്തിക്കഴിഞ്ഞു. തൊഴിലാളികളെ പുനർവിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മാനേജ്മെന്റും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ DPS തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 398 രൂപയാണ് തൊഴിലാളികളുടെ മിനിമം വേതനം. ആ വേതനം വാങ്ങിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ നിലയിൽ സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾ സ്വമേധയാ പിരിഞ്ഞു പോകുമെന്നുള്ളതാണ് മാനേജ്മെന്റും ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത്. പിരിച്ചുവിടലിന് സമാനമായ ട്രാൻസ്ഫർ ഉത്തരവ് തൊഴിലാളികൾ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്നതുവരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ സമരം തുടരാൻ തന്നെയാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ലഹരിക്കടിമകളായ ആദിവാസി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്കായി വയനാട്ടിൽ ഡി അഡിക്ഷൻ സെന്റർ വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ്. അവിവാഹിത അമ്മമാർക്കുള്ള പെൻഷൻ ഉയർത്തണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. ജില്ലയിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായാണ് കമ്മീഷൻ ജില്ലയിലെത്തിയത്. ലഹരി വസ്തുക്കൾ നൽകിയാണ് ആദിവാസി വിഭാഗങ്ങളിലുള്ളവരെ ചൂഷണം ചെയ്യുന്നത്. ഇത് ഒഴിവാക്കണം. ഇതിനായി സർക്കാരിന് കീഴിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുവാനുള്ള ശുപാർശ കമ്മീഷൻ നൽകും. ആദിവാസികൾക്കിടയിലുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ കാരണമാകുന്നുണ്ട്. ഇതൊഴിവാക്കാൻ കോളനികളിൽ മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. പിന്നോക്കാവസ്ഥയിലുള്ള അടിയ പണിയ വിഭാഗങ്ങളെ കൂടി പ്രാക്തന ഗോത്രവർഗ പാക്കേജിൽ ഉൾപ്പെടുത്തുവാനും ശുപാർശയുണ്ട്. അവിവാഹിത അമ്മമാരുടെ പ്രശ്നങ്ങളിലാണ് കമ്മീഷൻ കാര്യമായ പഠനം നടത്തിയത്. ഇവർക്കുള്ള പെൻഷൻ വർധനയ്ക്കും കമ്മീഷൻ ശുപാർശ ചെയ്യും. ഈ 1000 രൂപ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം, സജഷൻ, പ്രപ്പോസൽ അംഗീകരിക്കണം എന്ന് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തത് പദ്ധതികൾ ആദിവാസികളിലേക്ക് എത്തിപ്പെടാൻ തടസ്സമാകുന്നു. ഇത് പരിഹരിക്കണം. ആദിവാസി ഭവന നിർമ്മാണ പദ്ധതികളും പ്രശ്നങ്ങളിലാണ്. കരാർ നൽകുമ്പോൾ ജോലി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുണ്ടാകുന്ന തരത്തിലുള്ള നടപടികൾ വേണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. തെരുവുനായ നിയന്ത്രണത്തിന് ശ്വാന സൗഹൃദ പാലക്കാട് എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നാണ് പാലക്കാട് ജില്ലയിൽ തെരുവുനായ പ്രജനന നിയന്ത്രണം നടപ്പാക്കുന്നത്. വെള്ളിയാഴ്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കനുസരിച്ച് പാലക്കാട് ജില്ലയിൽ 1 ലക്ഷത്തോളം തെരുവു നായ്ക്കളുണ്ട്. ഇവയുടെ ആക്രമണത്തിന് ജനങ്ങളും വളർത്തുമൃഗങ്ങളും ഇരകളാകുന്നു. പേപ്പട്ടി ശല്യമാണ് ഇവയിൽ വലിയ പ്രശ്നം. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരടങ്ങുന്ന 50 അംഗ സംഘമാണ്
ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായി തെരുവുനായ പ്രജനന നിയന്ത്രണ പരിപാടിക്ക് നേതൃത്വം നൽകുക. പാലക്കാട് ജില്ലയിലെ 60% ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇപ്പോൾ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി പറഞ്ഞു. വന്ധീകരണം നടത്തിയതിനു ശേഷം വാക്സിനേഷനും കൊടുത്ത് ഒബ്സർവേഷനിൽ 3 ദിവസം നിർത്തിയ ശേഷം എവിടെ നിന്നാണോ നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്നോ അതേ പ്രദേശത്ത് തന്നെ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതി. ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഈ ജില്ല ഏറ്റെടുക്കുന്നത് എന്നുള്ളതും കൂടെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. സംസ്ഥാനത്തെ മാതൃകാ പദ്ധതിയായി ശ്വാന സൗഹൃദ പാലക്കാടിനെ മാറ്റുകയാണ് ലക്ഷ്യം. നഗരസഭകൾക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഫണ്ട് കൈമാറാൻ നിലവിൽ തടസ്സമുള്ളതിനാൽ ഇത് സർക്കാർ തലത്തിൽ പരിഹരിച്ച് പദ്ധതി വിജയിപ്പിക്കാനാകുമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ആര്യയുടെ കവിത. സാം മാത്യുവിന്റെ കലാലയത്തിലെ മരത്തിന്റെ പ്രണയം എന്ന കവിതയാണ് ആര്യയുടെ ശബ്ദത്തിൽ വൈറലാകുന്നത്. പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ. സാം മാത്യുവിന്റെ വരികൾ പെൺശബ്ദത്തിൽ നവമാധ്യമ ലോകം ഏറ്റുവാങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. വിപ്ലവം തീർത്ത മണ്ണിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട അന്തരീക്ഷത്തിൽ മരണം വരിച്ച നേതാവിനെയും കാത്തിരിക്കുന്ന ക്യാമ്പസിലെ മരത്തിന്റെ പ്രണയം. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ 3ാം വർഷ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിനിയും യൂണിയൻ വൈസ് ചെയർമാനുമായ ആര്യയുടെ ശബ്ദമാണ് നവമാധ്യമങ്ങളിൽ വൈറലായത്. ബ്രണ്ണൻ എന്ന കലാലയത്തിന്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമായിരുന്നു ആ വരികളെന്ന് ആര്യ പറയുന്നു. പ്രകൃതിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കോളേജാണ് നമ്മുടേത്. ഓരോ സീസണിലും ബ്രണ്ണൻ ചുവന്ന് കാണാം. ബ്രണ്ണൻ വിഷുക്കാലാവുമ്പോൾ ബ്രണ്ണന് മഞ്ഞ നിറം വരും. കണിക്കൊന്ന് പൂക്കളൊക്കെ പൂത്തിട്ട് ആ ഒരു വികാരം തന്നെ ആ കവിതയിലേക്ക് വരുന്നുണ്ട്. തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോറുന്നു. വിപ്ലവവും പ്രണയവും പഠനവും എന്നും മികച്ചു നിന്ന കേരളത്തിലെ രാജകലാലയങ്ങളിലൊന്നായ ബ്രണ്ണനിൽ നിന്നും സാം മാത്യുവിന്റെ വരികൾക്ക് ഈണം പകർന്ന ആര്യക്കൊപ്പം ബ്രണ്ണൻ കോളേജിൽ നിന്നും പി.വി. ജോഷില. പടവെട്ടി ജീവിക്കുന്ന ഭിന്നശേഷിക്കാരായ 3 പെൺകുട്ടികൾ ജോലി സ്ഥിരതയ്ക്കായി സർക്കാരിന്റെ സഹായം തേടുന്നു. തിരുവനന്തപുരം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപ്രന്റീസ് ട്രെയിനിയായി ജോലി ചെയ്യുകയാണിവർ. ഈ മാസം കാലാവധി കഴിയുന്ന മുറയ്ക്ക് തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. ലക്ഷ്മിക്കും അഖിലയ്ക്കും രോഹിണിക്കും സംസാരശേഷിയും കേൾവിശക്തിയുമില്ല. എന്നാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയ ഈ മിടുക്കികൾ 1 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപ്രന്റീസ് ട്രെയിനിയായി ജോലി നോക്കുകയാണ്. ഈ മാസം അവരുടെ അപ്രന്റീസ്ഷിപ്പിന്റെ കാലാവധി അവസാനിക്കും. ഇവർക്കൊപ്പം VSSC, BSNL, കെൽട്രോൺ എന്നിവിടങ്ങളിൽ ജോലിക്ക് പ്രവേശിച്ച ഭിന്നശേഷിക്കാരായ ട്രെയിനികളെ അവിടെ തന്നെ താൽക്കാലിക ജോലി നൽകും. തുടർന്ന് ഒഴിവു വരുന്ന മുറയ്ക്ക് ജോലിയിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ തങ്ങളെയും അതുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ലക്ഷ്മിയുടെയും അഖിലയുടെയും രോഹിണിയുടെയും ആവശ്യം. ഇതിനായി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഇവരും ഇവരുടെ മാതാപിതാക്കളും. ഇപ്പോൾ ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത ജോലി കിട്ടിയില്ലെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ വഴിമുട്ടിലാവും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ജോലി കിട്ടാൻ ഗവൺമെൻറ് ലെവൽ എന്തെങ്കിലും സഹായം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന്. ഗവൺമെന്റിൽ ഇവർക്ക് 100 വേക്കൻസി ഇവർക്കുണ്ട്. ജോലി സ്ഥിരപ്പെട്ടില്ലെങ്കിൽ ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് ഇവരുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിയമന സ്ഥിരപ്പെടുത്തലിനായി സർക്കാരിന്റെ സഹായത്തിനായാണ് ഈ മിടുക്കികൾ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്ഭവൻ അങ്കണത്തിൽ ഔഷധ സസ്യ ഉദ്യാനം ഒരുങ്ങുന്നു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടെ രാജ്ഭവനിൽ ആരംഭിക്കുന്ന ഔഷധ സസ്യ ഉദ്യാനത്തിലെ നടീൽ ഉദ്ഘാടനം ഗവർണർ പി സദാശിവം നിർവഹിച്ചു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ അങ്കണത്തിൽ ഒരു ഔഷധത്തോട്ടം ഒരുങ്ങുകയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളെ പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഔഷധ ഉദ്യാനത്തിലെ ആദ്യ നടീലിന്റെ ഉദ്ഘാടനം വേപ്പിൻ തൈ നട്ട ഗവർണർ പി സദാശിവം നിർവഹിച്ചു. കൂവളം, ഇലഞ്ഞി, പുളി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ആദ്യഘട്ടമായി നട്ടു. The object of this planting medicinal plants, Rajbhavan is a place where many VIPs, VVIPs and officials are coming, and this area I can show it to them. We are
the number of plants being planted, all medicinal plants may useful for Ayurveda, yoga, this Siddha. രാജ്ഭവൻ അങ്കണത്തിൽ ഔഷധ സസ്യ ഉദ്യാന രൂപീകരണത്തിനായി സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്ന് 21.50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഗഡുവായ 11 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു. 2 വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാളത്തിന്റെ യുവതാരം നിവിൻ പോളിയുടെ പുതിയ ഗെറ്റപ്പ് വൈറലാവുകയാണ്. മുടി പിന്നിലേക്ക് നീട്ടി ബാൻഡ് കൊണ്ട് ഒതുക്കി താടിയും നീട്ടിയാണ് താരം വിക്രം നായകനായ ഇരുമുഖൻ എന്ന തമിഴ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയത്. മുടി നീട്ടി വളർത്തി നടക്കുന്ന നിവിൻ പോളിയുടെ പുതിയ ഗെറ്റപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വിക്രം നായകനാകുന്ന ഇരുമുഖന്റെ ഓഡിയോ ലോഞ്ചിലാണ് നിവിൻ പുതിയ ഗെറ്റപ്പിലെത്തിയത്. മുടി പിന്നിലേക്ക് ബാൻഡ് കൊണ്ട് കെട്ടി താടി നീട്ടി വളർത്തിയെത്തിയ ഗെറ്റപ്പിലാണ് നിവിൻ ഓഡിയോ ലോഞ്ചിനെത്തിയത്. മലയാളത്തിൽ നിന്നും നിവിൻ മാത്രമായിരുന്നു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്തത്. ആദ്യമായാണ് ഒരു തമിഴ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ നിവിൻ പങ്കെടുക്കുന്നത്. ഇത് നിവിൻ തന്നെ പറയുകയും ചെയ്തു. മാത്രമല്ല, വിക്രമിന്റെ ചിത്രത്തിലെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാനായതിൽ സന്തോഷമുണ്ടെന്നും നിവിൻ പറഞ്ഞു. നിവിൻ പോളി തമിഴിൽ സജീവമാകുന്നതിന്റെ ഭാഗമായാണ് ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്തതെന്നാണ് പൊതുവെയുള്ള സംസാരം. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് നിവിൻ ഇപ്പോൾ അഭിനയിക്കുന്നത്. പ്രേമം എന്ന സിനിമയ്ക്ക് വേണ്ടി താടി നീട്ടി വളർത്തിയിരുന്നെങ്കിലും നിവിൻ മുടി നീട്ടി വളർത്തുന്നത് ആദ്യമായാണ്. പുതിയ ചിത്രത്തിൽ ഈ ലുക്കിലാകും നിവിൻ എത്തുന്നത് എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്.